അസ്സലാമു അലൈക്കും. പ്രപഞ്ചനാഥൻ്റെ പ്രഥമവും പ്രധാനിയുമായ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ് ഞാൻ നിങ്ങളിലെത്തിക്കുന്നത്. അതിലെ രണ്ടാം ഭാഗമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഹാഷിമിൻ്റെ മരണശേഷം ജനങ്ങൾ ആശങ്കയിലായി. ഇനി ഞങ്ങളുടെ നേതാവാര്? ഹാഷിമിൻ്റെ കാലത്ത് ആഹാര സാധനങ്ങൾക്കൊരു ദാരിദ്ര്യവുമില്ലായിരുന്നു. ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞിരുന്നു. നാട്ടിൽ സമാധാനം നിലനിന്നിരുന്നു. നമുക്ക് നല്ലൊരു ഭരണാധികാരി വേണം. ഭരണാധികാരി നഷ്ടപ്പെട്ടാൽ സന്തതികളിൽ പ്രമുഖനാണ് ഭരണം കിട്ടുക. ഹാഷിമിൻ്റെ മകൻ കൊച്ചുകുട്ടിയല്ലേ. ഹാഷിമിൻ്റെ സഹോദരനാണ് മുത്തലിബ്. മുത്തലിബ് ദയാലുവാണ്, ജനസേവകനാണ്. അങ്ങനെ ജനങ്ങളുടെ ആഗ്രഹപ്രകാരം മുത്തലിബ് മക്കയുടെ ഭരണം ഏറ്റെടുത്തു. ഹജ്ജ് കാലത്ത് ധാരാളം ഹാജിമാർ മക്കയിൽ വരും. ഹാജിമാർക്ക് വേണ്ട വെള്ളവും ആഹാരവും നൽകാൻ മുത്തലിബ് ഒരുക്കങ്ങൾ ചെയ്തു. വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ മുത്തലിബ് നാട്ടുകാരുടെ പ്രിയ നേതാവായി മാറി. മുത്തലിബ് പലപ്പോഴും ഷൈബിയെക്കുറിച്ച് ഓർക്കും. ഷൈബിയെ ആരും മറന്നിട്ടില്ലല്ലോ, ഹാഷിമിൻ്റെ പുത്രൻ. അവൻ മക്കയിലാണ് വളരേണ്ടത്. മക്കയുടെ ഭരണം ഷൈബിയെ ഏൽപ്പിക്കണം. ഷൈബി മാതാവിൻ്റെ കൂടെ മദീനയിലാണ്. ഒരിക്കൽ മുത്തലിബ് മദീനയിലേക്ക് പോയി. ബനൂ നജ്ജാർ കുടുംബത്തിലെത്തി. അവിടെ അവർ ഗംഭീരമായ സ്വീകരണം നൽകി. മക്കയിലെ രാജാവല്ലേ വന്നത്. സൽമയോട് മുത്തലിബ് പറഞ്ഞു, ഷൈബി ഹാഷിമിൻ്റെ മകനാണ്. അവൻ മക്കയുടെ ഭരണാധികാരിയാണ്. അവൻ അവിടെ നിന്ന് ഭരണം പഠിക്കട്ടെ. അവനെ എൻ്റെ കൂടെ അയക്കണം. സൽമയുടെ മനസ്സ് പിടഞ്ഞു. നിങ്ങൾ വിഷമിക്കല്ലേ, അവന് നല്ലൊരു ഭാവിയുണ്ട്. ഹാഷിമിനെ സ്നേഹിച്ച ജനങ്ങൾ ഷൈബിയെയും സ്നേഹിക്കും. വളരെ വിഷമത്തോടെ സൽമ തൻ്റെ മകനെ മുത്തലിബിൻ്റെ കൂടെ വിട്ടു. മുത്തലിബ് വിശാലമായ മരുഭൂമിയിലൂടെ പോകുമ്പോൾ പല പ്രദേശങ്ങളും ഷൈബിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അവർ മക്കയിലെത്തി. മുത്തലിബിൻ്റെ കൂടെ ഷൈബിയെ കണ്ട മക്കയിലുള്ളവർക്ക് തോന്നി കച്ചവടത്തിന് പോയപ്പോൾ ചന്തയിൽ നിന്ന് വാങ്ങിച്ച അടിമയാണെന്ന്. അവർ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്ന് ഉറക്കെ വിളിച്ചു. അതായത് മുത്തലിബിൻ്റെ അടിമ. മുത്തലിബിൻ്റെ അടിമ എന്നാണ് അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ അർത്ഥം. മുത്തലിബിന് ദേഷ്യം വന്നു. ഇത് എൻ്റെ അടിമയല്ല, എൻ്റെ സഹോദര പുത്രനാണ്. ആര് കേൾക്കാൻ? എന്നിട്ടും ആളുകൾ അങ്ങനെ തന്നെ വിളിച്ചു. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന പേര് വന്നത്. ഈ കഥയിൽ ഇനി ഞാനും അബ്ദുൽ മുത്തലിബ് എന്നേ പറയുകയുള്ളൂ. വളരെ വേഗം ഭരണകാര്യങ്ങളൊക്കെ പഠിച്ചു. മുത്തലിബ് കുടുംബ ചരിത്രം മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഒടുവിൽ മക്കയിലെ മഹാനായ ഭരണാധികാരിയായി തീർന്നു. അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിച്ചു. ആദ്യമായി ജനിച്ച കുഞ്ഞിൻ്റെ പേര് ഹാരിസ് എന്നായിരുന്നു. അബ്ദുൽ മുത്തലിബിന് അള്ളാഹു വളരെ 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 അനുഗ്രഹങ്ങൾ നൽകി. അബ്ദുൽ മുത്തലിബിന് ഏറ്റവും ഇഷ്ടം അബ്ദുള്ള എന്ന പേരുള്ള മകനോടായിരുന്നു. അബ്ദുള്ളയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കുന്ന മിടുക്കൻ. അബ്ദുൽ മുത്തലിബ് മകന് വേണ്ടി വിവാഹ ആലോചന തുടങ്ങി. ബനൂ സുഹ്റ എന്ന കുടുംബത്തിൽ നിന്ന് ആമിന എന്നു പേരുള്ള പെൺകുട്ടിയെ കല്യാണം ആലോചിച്ചു ചെന്നു. മക്കയുടെ നേതാവ് വിവാഹം അന്വേഷിച്ചു ചെന്നത് ബനൂ സുഹ്റ എന്ന കുടുംബത്തിന് അഭിമാനമാണ്. സന്തോഷത്തോടെ സമ്മതിച്ചു. വിവാഹമുറപ്പിച്ചു. വിവരമറിഞ്ഞപ്പോൾ ആമിനയോട് എല്ലാ പെണ്ണുങ്ങളും പറഞ്ഞു, നീ ഭാഗ്യവതിയാണ്. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അബ്ദുള്ള വിവാഹ പാർട്ടിയോടൊപ്പം കല്യാണ പന്തലിലെത്തി. മക്ക പട്ടണം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിവാഹം. വിഭവസമൃദ്ധമായ ഭക്ഷണം. 3 ദിവസം പുതുമാരൻ പുതുപ്പെണ്ണിൻ്റെ വീട്ടിൽ കഴിയണം. അതാണ് അന്നത്തെ നാട്ടുനടപ്പ്. കൂടെ വന്നവരൊക്കെ ആശംസ അറിയിച്ച് മടങ്ങി. അബ്ദുള്ളയുടെ മനസ്സിൽ സന്തോഷം. ഇത്രയും നല്ല ഒരു പെണ്ണിനെ കിട്ടിയല്ലോ. ആമിനയ്ക്കും സന്തോഷം തന്നെ. അബ്ദുള്ളയെ പോലെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ടോ? ആമിന ബീവി ഓർത്തു. അബ്ദുള്ള ബലിയർക്കാൻ വിധിക്കപ്പെട്ട കുട്ടിയായിരുന്നു. ആ കഥ മക്കയിലെങ്ങും പാട്ടാണ്. അബ്ദുൽ മുത്തലിബിൻ്റെ നേർച്ച. ഒരു മകനെ ബലി കൊടുക്കണമെന്ന നേർച്ച. അതൊരു വലിയ കഥയാണ്. സംസം കിണർ മൂടപ്പെട്ടു പോയിരുന്നു. അബ്ദുൽ മുത്തലിബ് 3 ദിവസം തുടർച്ചയായി സ്വപ്നം കണ്ടു. ബലിയേർക്കുന്ന ബിംബത്തിനു താഴെ കുഴിക്കാൻ. അന്ന് ഒരു മകനേയുള്ളൂ, ഹാരിസ്. അവർ 2 പേരും ചേർന്ന് ബിംബത്തിനു താഴെ കുഴിച്ചു. ഖുറൈശികൾ സമ്മതിച്ചില്ല. അബ്ദുൽ മുത്തലിബിന് കോപം വന്നു. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് 10 പുത്രന്മാർ വന്നാൽ ഒന്നിനെ ഞാൻ ബലിയേർക്കും. ഖുറൈശികൾ നടുങ്ങിപ്പോയി. അവർ പിൻവാങ്ങി. സംസം വെള്ളം കിട്ടി. അല്ലാഹു അക്ബർ. മുത്തലിബിന് കൊടുത്ത അനുഗ്രഹം ഇന്നും സംസം വെള്ളം നിലനിൽക്കുന്നു. അബ്ദുൽ മുത്തലിബിന് 10 പുത്രന്മാരുണ്ടായി. ഏത് പുത്രനെ അറുക്കണമെന്ന് നറുക്കിട്ടു. ഞറുക്ക് അബ്ദുള്ളയ്ക്ക് വീണു. ഇത്രയും സ്വഭാവഗുണമുള്ള കുഞ്ഞിനെ
കൊല്ലാൻ ജനങ്ങൾ പ്രതിഷേധിച്ചു. നേർച്ച വീടാതിരിക്കാൻ പറ്റുമോ? ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. 10 ഒട്ടകങ്ങൾക്ക് 1 നുറുക്ക്, അബ്ദുള്ളയ്ക്ക് 1 നറുക്ക്. 10 നറുക്കിൽ ഏതെങ്കിലും ഒന്നിൽ ഒട്ടകങ്ങൾ വീണാൽ അബ്ദുള്ള രക്ഷപ്പെട്ടു. 10 ഒട്ടകങ്ങളെ മാറ്റി നിർത്തി നറുക്കിട്ടു. ഓരോ നറുക്കിലും പേര് അബ്ദുള്ള. അങ്ങനെ 90 ഒട്ടകങ്ങളെ മാറ്റി നിർത്തി. ഇനി 10 ഒട്ടകങ്ങളും അബ്ദുള്ളയും. 1 നറുക്ക് കൂടിയേ ഉള്ളൂ, 10ാം നറുക്ക്. അബ്ദുള്ളയുടെ പേര് വീണാൽ അബ്ദുള്ളയെ ബലിയെറുക്കും. ഭാഗ്യമെന്ന് പറയട്ടെ, ആ നറുക്ക് ഒട്ടകമെന്നായിരുന്നു. അബ്ദുള്ള രക്ഷപ്പെട്ടു. ആ മനുഷ്യനാണ് തൻ്റെ പുതുമാരൻ. അങ്ങനെ നവദമ്പതികൾ അബ്ദുൾ മുത്തലിബിൻ്റെ വീട്ടിലെത്തി. എല്ലാവർക്കും ആമിനായെ ഇഷ്ടമായി. ആമിന ബീവി ചുരുങ്ങിയ കാലം കൊണ്ട് ഭർത്തൃ വീട്ടിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെട്ടു. ആമിന ബീവി സന്തോഷവതിയായിരുന്നു. അങ്ങനെയിരിക്കെ അബ്ദുള്ള ആമിനായെ വിളിച്ചു. ആമിന, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അബ്ദുള്ള പറഞ്ഞു. ഷാമിലേക്ക് കച്ചവടത്തിന് കാഫില പോവാൻ സമയമായി. ഞാനും കൂടെ പോകുന്നു. ഞാൻ നിന്നോട് യാത്ര ചോദിക്കുന്നു. ആമിന ബീവി ഞെട്ടിപ്പോയി. വിവാഹം കഴിഞ്ഞ് കണ്ട് കൊതി തീർന്നിട്ടില്ല. ആമിന വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇത് കച്ചവട ആവശ്യത്തിനുള്ള യാത്രയാണ്. ആമിന ബീവി സങ്കടത്തോടെ പോകാനുള്ള അനുവാദം നൽകി. ദിവസങ്ങൾ കടന്നുപോയി. ആമിന ബീവിയുടെ മനോവിഷമം അബ്ദുൾ മുത്തലിബ് മനസ്സിലാക്കുന്നുണ്ട്. ഇടയ്ക്ക് ആശ്വസിപ്പിക്കുകയും ചെയ്യും. അബ്ദുൾ മുത്തലിബിനും ദുഃഖമായിരുന്നു. ബലിയിൽ നിന്നു രക്ഷപ്പെട്ട മകനല്ലേ. അബ്ദുൾ മുത്തലിബിൻ്റെ കണക്കനുസരിച്ച് കാഫില എത്താനുള്ള ദിവസം കഴിഞ്ഞു. കാഫിലക്കാരെ മക്ക കാത്തിരിക്കുന്നു. 2.5 മാസം കഴിഞ്ഞിരിക്കുന്നു. ഭക്ഷണ സാധനങ്ങളൊക്കെ കാഫിലക്കാർ കൊണ്ടുവരണം. പ്രതീക്ഷ തെറ്റിയില്ല. കാഫില വരുന്നുണ്ട്. കാഫില വരുമ്പോൾ മക്കയിൽ വളരെ സന്തോഷമാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷം കാണുന്നില്ല. അവരുടെ മൗനം ആശങ്ക പടർത്തി. അവർ നേരെ അബ്ദുൾ മുത്തലിബിൻ്റെ അടുത്തേക്കാണ് ചെന്നത്. അബ്ദുൾ മുത്തലിബിനും ആശങ്കയായി. എന്തോ വലിയ ദുഃഖവാർത്തയാണിവർ പറയാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് തോന്നി. ആഗതർ ദുഃഖത്തോടെ ആ വാർത്ത അറിയിച്ചു. ഇൻഷാ അല്ലാഹ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം അടുത്ത ഭാഗത്തിലൂടെ അറിയിക്കാം. അസ്സലാമു അലൈക്കും.